നമസ്തേ. ഞാൻ ഇന്ന് എൻ്റെ പ്രിയ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് രക്ഷക വേഷത്തിൽ വരുന്ന പാവം കൊലയാളികളെ കുറിച്ചാണ്. ശരിക്കും അവരാണോ അതിൻ്റെ ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലതാനും. ഈ കഴിഞ്ഞ വർഷം 49,000 ചില്ലുവാനം വാഹന അപകടങ്ങളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പം 49,000 ആയിരിക്കില്ല യഥാർത്ഥ അപകടങ്ങൾ. അതുപോലെ തന്നെ ഏകദേശം 3,800 ചില്ലുവാനം 4,000-നോടടുത്ത് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ മരണങ്ങൾ എല്ലാം ശരിക്കും ആക്സിഡന്റ് കൊണ്ട് സംഭവിച്ചതാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കാരണം കേരളീയർ പൊതുവെ വൈകാരികമായിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്നവരാണ്. പെട്ടെന്ന് ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അപ്രതീക്ഷിതമെന്നാണ്. അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു കാറ് കുളത്തിൽ വീഴുന്നു, അല്ലെങ്കിൽ കിണറ്റിൽ വീഴുന്നു, കുറേ കിടക്കുന്ന ഒരു കുട്ടിയെ വണ്ടി ഇടിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നാം അറിയാതെ തന്നെ രക്ഷകവേഷം എടുത്ത് അണിയുകയും ഓടിച്ചെന്ന് ഈ വിക്റ്റിമായവരെ തൂത്തുവാരി കോരി കിട്ടുന്ന വാഹനത്തിൽ എങ്ങനെയെങ്കിലും കയറ്റി അടുത്ത ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പ്രാഥമിക ധർമ്മമായിട്ട് കരുതുന്ന അനേകം നല്ല മനസ്സുള്ള നമ്മുടെ സഹോദരങ്ങളുണ്ട്, സഹോദരന്മാർ. അവരെ നമുക്ക് കണ്ണിൽ നിന്ന് അടിക്കാൻ പറ്റില്ല. പക്ഷേ അതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു വളരെയേറെ പരമസത്യമായൊരു അപകടമുണ്ട്. ശരിക്കും അപകടം പറ്റിയ ഒരാളിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് നമുക്ക് കാണുമ്പോൾ ചിലപ്പോൾ സിമ്പിൾ. വിദേശങ്ങളിലൊക്കെ അപകടം പറ്റി കിടക്കുന്ന ഒരാളിനെ ആരും തൊടുതുപോലും ചെയ്യില്ല. ആംബുലൻസ് വന്ന് അതിന് പ്രായോഗിക പരിചയമുള്ളവർ എടുത്ത് സ്ട്രെച്ചറിലേക്ക് വളരെ CPR കൊടുക്കേണ്ടവന് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് ആ സ്ട്രെച്ചറിൽ എടുത്ത് വെച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ആ രോഗി പോലും അറിയാതെ ആംബുലൻസിലേക്ക് എടുത്ത് കയറ്റി കൊണ്ടുപോകുമ്പോൾ വൈകിയാൽ പോലും അവൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റും. പക്ഷേ മറിച്ച് നമ്മുടെ ഈ കുഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്ന CPR ആംബുലൻസ് ട്രെയിൻഡോ ആയിട്ടുള്ള ആളുകളില്ല എന്നുള്ളത് നമുക്ക് പ്രായോഗികമായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങളുണ്ട്. അപകടം ഉണ്ടായാൽ ഉടനെ തന്നെ ഒരു 6 അടി നീളമുള്ള 2 മുളത്തണ്ടോ 2 മരക്കഷ്ണങ്ങളോ എടുക്കുക. ഒരു ലുങ്കിയെങ്കിലും എടുത്ത് അതിൽ 2 സൈഡിലും നല്ലതുപോലെ റോള് ചെയ്ത് കയറ്റി ടൈറ്റൻ ചെയ്തിട്ട് ഈ ആളിനെ സാവകാശം വാരിയെടുത്ത് ഈ സ്ട്രെച്ചർ പോലെ നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന ടെമ്പററി ഷെൽട്ടർ ഇട്ടിട്ട് അത് താങ്ങിയെടുത്ത് വാഹനത്തിൽ കയറ്റുകയോ അല്ലെങ്കിൽ അത് ആംബുലൻസിൽ കയറ്റുകയോ അടുത്ത ആശുപത്രി വല്ല അടുത്താണെങ്കിൽ അവിടെ വരെ നടന്നു പോവുകയോ ചെയ്യുകയാണെങ്കിൽ ഇതിൽ 90% അപകടത്തിൽപ്പെട്ടവരെ നമുക്ക് രക്ഷിക്കാൻ പറ്റും. അപ്പോൾ സർക്കാർ അറിയേണ്ടത് പഞ്ചായത്ത് തലത്തിൽ വാർഡ് തലത്തിൽ ഇതിനുള്ള CPR ട്രെയിനിങ്ങും ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ്ങും കൊടുത്ത് നമ്മുടെ ജനങ്ങളെ പ്രബുദ്ധരാക്കുക. ഇപ്പൊ സർക്കാർ പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ശിക്ഷിച്ച് അപകടം ഒഴിവാക്കാവുന്നു. ശിക്ഷ കൊണ്ടല്ല ജനാധിപത്യ രാജ്യത്തെ രാജാക്കന്മാരായ ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത്. നിങ്ങൾ ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇതിന് വെച്ചേക്കുന്ന കാശും റോഡ് നന്നാക്കാനും ഇങ്ങനെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാനും വേണ്ടി ചെലവാക്കണം. നിങ്ങൾ ബുദ്ധിമോശം കാണിച്ച് വെറും വൃത്തികെട്ട ഭരണാധികാരികളാകരുത് എന്നും കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം.